സദ്യ എന്ന് പറഞ്ഞാൽ തന്നെ പലരുടെ മനസ്സിൽ ഓടി വരുന്നതാണ് അവിയൽ. സാമ്പാർ, അവിയൽ, കൂട്ടുകറി ഇതൊക്കെ ഇല്ലാത്തൊരു സദ്യ ഒന്നും അല്ല അല്ലേ. അപ്പൊ ഇന്ന് ഞാൻ അവിയൽ ഉണ്ടാക്കാനായിട്ട് ഈ പച്ചക്കറികളൊക്കെയാണ് എടുത്തേക്കുന്നത്. ഇതെന്തൊക്കെയാണെന്ന് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചക്കറികളിൽ ബീൻസ്, പച്ചക്കായ, ചേന, പടവലങ്ങ, അമരപ്പയർ, ക്യാരറ്റ്, പിന്നെ മുരിങ്ങക്ക ഇത്രയും കൂടി ആദ്യം ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിനി അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. ഈ ഒരു പച്ചക്കറിക്ക് കുറച്ച് വേവ് കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഫസ്റ്റ് ഒരു ബാച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഇത് അത്യാവശ്യം ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയത്ത്, അതായത് വെന്ത് വരുന്ന സമയത്ത് ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അതായത് കുമ്പളങ്ങ, മത്തങ്ങ, പിന്നെ വെള്ളരിക്ക ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതിനധികം വേവില്ല കേട്ടോ, അതുകൊണ്ടാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് അവിയലിലേക്ക് ചേർക്കേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി, പച്ചമുളക്, നല്ല ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുകയും ചെയ്യാം. ഞാൻ പിന്നെ കുറച്ച് കട്ടിയായിട്ടുള്ള അവിയലാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് അരപ്പ് ചേർക്കാത്തത്. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒക്കെ ഏകദേശം 70% വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അരപ്പൊന്ന് നടുക്ക് വെച്ചിട്ട് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് പൊത്തിക്കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. പിന്നീട് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തുറന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. അതല്ല നിങ്ങൾക്ക് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. പിന്നെ മാങ്ങാ സീസൺ ആണെങ്കിൽ നമുക്ക് പച്ചമാങ്ങയൊക്കെ ചേർക്കാം കേട്ടോ പുളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുളിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ കരിവേപ്പിലയും വെച്ച് അങ്ങ് അടച്ചു വെക്കാൻ പോവാണ്. കുറച്ച് സമയം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പിന്നീട് തുറന്നതിന് ശേഷം ഞാൻ കരിവേപ്പിലയുടെ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് എല്ലാം ഒന്ന് ഇളക്കി മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അവിയൽ അല്ലെങ്കിൽ സദ്യ സ്പെഷ്യൽ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം സദ്യയിൽ വിളമ്പുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് കട്ടിക്ക് വിളമ്പാറുണ്ട്. അതല്ല നിങ്ങൾക്ക് നോർമലായിട്ട് കഴിക്കാനാണ് കുറച്ചും കൂടി ചാറ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയാലും മതിയാവും. സോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത സദ്യ റെസിപ്പിയുമായിട്ട് കാണാം. ടാറ്റാ.